നമസ്കാരം. കൃഷി ദർശനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗമായ കാര്യവട്ടം പ്രദേശത്താണ്. കാര്യവട്ടം പണ്ടൊക്കെ ഒരു കാർഷിക ഗ്രാമമായി അറിയപ്പെട്ടിരുന്നു. എന്നാൽ ഞാൻ ഇന്ന് കണ്ടത് ഒരു കുടുംബത്തിലെ തന്നെ 5 സഹോദരന്മാർ ഒന്നിച്ച് മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. കേരളത്തിൻ്റെ കാർഷികമായ ആ ഒരു സംസ്കാരം അത് വീണ്ടും ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു വലിയ അനുഭവം തന്നെയാണ്. ആ അനുഭവത്തിലേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് ക്ഷണിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം ഇന്ന് അന്താരാഷ്ട്ര പ്രശസ്തിയിലാണ്. ദേശദേശാന്തര ബന്ധം ചൂഴ്ന്നു നിൽക്കുന്ന ടെക്നോ പാർക്ക്, രാജ്യാന്തര നിലവാരമുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കേരള സർവകലാശാലയുടെ വിവിധ പഠന കേന്ദ്രങ്ങൾ തുടങ്ങിയവ കാര്യവട്ടത്തിന് നാഗരികതയുടെ മുഖപടം നൽകിയെങ്കിലും ഗ്രാമത്തിന് തനതായുണ്ടായിരുന്ന കാർഷികപരമായ പരിശുദ്ധി കാലത്തിന്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെടാതെ ഇന്നും അവിടങ്ങളിലായി കാത്തുപോരുന്നു. നല്ല വളക്കൂറുള്ള മണ്ണും നീരൊഴുക്കും കാര്യവട്ടത്തെ കാർഷിക സമൃദ്ധിയുടെ ഗ്രാമഭൂമിയാക്കി മാറ്റിയിരുന്നു. ബിരിപ്പുവും മുണ്ടകനും ഇതര കൃഷിവിളകളും ഗ്രാമത്തിന്റെ കാർഷിക സൗന്ദര്യമായി. പക്ഷേ കാലമാറ്റങ്ങൾക്കൊപ്പം നീരൊഴുക്ക് നിൽക്കുന്നതും വിളഭൂമി തരിശാകുന്നതും ഗ്രാമം നെടുവീർപ്പോട് കാണേണ്ടി വന്നു. എന്നാൽ അപ്പോഴും മണ്ണിന്റെ ഹൃദയ തടങ്ങളിൽ എവിടൊക്കെയോ ദാഹനീര് അല്പമായി ഗ്രാമം ഒളിച്ചുവച്ചിരുന്നു. മണ്ണിന്റെ മണമറിഞ്ഞു വരുന്ന കർഷകനു വേണ്ടി അത് കാത്തുകിടന്നു. അത് തിരിച്ചറിഞ്ഞ 5 കർഷക സഹോദരങ്ങൾ കാര്യവട്ടം പിണക്കോട്ടുകോണം പുതുവൽ പുത്തൻ വീട്ടിലെ സെൽവരാജ്, മോഹൻദാസ്, സത്യദാസ്, ജ്ഞാനദാസ്, ശോഭനകുമാർ എന്നിവർ. അവർ കൈക്കോട്ടും കർമ്മശേഷിയുമായി പാടത്തേക്കിറങ്ങി. കൈക്കോട്ടുകൾ ആഞ്ഞു പതിക്കവേ മണ്ണ് അതിന്റെ കാർഷിക പൈതൃകം ചുരത്തി. അവർ മണ്ണിലേക്ക് ജലം കോരി. വിളകൾ നിരന്നു. മണ്ണിലെങ്ങും കാർഷിക സുഗന്ധം പരന്നു. അവരിൽ ജീവിത സുഗന്ധവും. വിദേശത്തടക്കം പല സ്ഥലങ്ങളിലും ജോലിയിൽ വ്യാപൃതരായിരുന്നിട്ടും കാര്യവട്ടത്തെ ഹരിത സഹോദരന്മാർ കൃഷിയിടങ്ങളിലേക്ക് എത്തിയത് കാർഷിക വൃത്തിയോടുള്ള അവരുടെ അഭിനിവേശം കൊണ്ട് മാത്രമായിരുന്നു. പിതാവിൽ നിന്നും കിട്ടിയ കാർഷിക പാരമ്പര്യവും അവർക്ക് കൈമുതലായി. സർവകലാശാലയുടെ സ്ഥാപനത്തിനായി ഭൂമി ഏറ്റെടുത്ത ശേഷം ഇവർക്ക് മിച്ചമായി ലഭിച്ചത് 5 മുതൽ 30 സെന്റ് വരുന്ന സ്ഥലം മാത്രമായിരുന്നു. അങ്ങനെ സ്വന്തമായി കൃഷിഭൂമി ഇല്ലാത്തതിനാൽ ഗ്രാമത്തിൽ തരിശായി കിടന്ന ഭൂമി ഈ സഹോദരങ്ങൾ പാട്ടത്തിനെടുക്കുകയായിരുന്നു. ഒരു കുടുംബം മുഴുവൻ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കൃഷിയുടെ മേഖലയിലേക്ക് എത്തിച്ചേർന്നത്? കൃഷി പാരമ്പര്യമായിട്ട് നമുക്ക് എൻ്റെ പപ്പയ്ക്ക് കൃഷിയായിരുന്നു. ആ കൃഷിയിൽ നിന്നാണ് നമ്മൾ അതിൽ നിന്നാണ് ഈ കൃഷിയിലോട്ട് തിരിഞ്ഞത്. അത് ഇവിടെ അമ്മയുടെ കുടുംബം യൂണിവേഴ്സിറ്റി സ്ഥലമെടുത്തപ്പോൾ ഒഴിഞ്ഞു പോയ കുടുംബമാണ്. അവിടെ 9 ഏക്കർ അമ്മയ്ക്കുണ്ടായിരുന്നു, അമ്മയുടെ കുടുംബത്തിന്. അത് പോയി അപ്പോൾ കൃഷി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ പല ഭാഗങ്ങളിലായി തിരിഞ്ഞ് പോയതാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ ഉള്ള ഈ ഏരിയകളിലുള്ള സ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് ജീവിക്കുകയാണ്. കൃഷി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു എടുത്തിയാടി ഒരു കൃഷിക്ക് വന്നാൽ ചിലപ്പോൾ അത് വിജയിച്ച് പോകുന്നൊന്നുമില്ല. നമ്മളിതൊരു പാരമ്പര്യമായിട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു കൃഷി നഷ്ടം വരും, ഒരു കൃഷി ലാഭം വരും. ആ രീതിയിൽ ഒരിക്കലും കൃഷി നഷ്ടമല്ല. ഇന്ന് 20 ഏക്കർ ഭൂമിയിലാണ് സെൽവരാജും മോഹൻദാസും സത്യദാസും ജ്ഞാനദാസും ശോഭനകുമാറും കൃഷി ചെയ്യുന്നത്. അവരുടെ അധ്വാനത്തിന്റെ സമർപ്പണ പുണ്യം സ്വീകരിച്ച് വെണ്ടയും വഴുതനയും പാവലും പടവലവും കോവലും വെള്ളരിയും സലാഡ് വെള്ളരിയും പയറും ചീരയും പീച്ചിലും ചുരക്കയുമൊക്കെ തളിരിട്ട് പൂവിട്ട് കായിട്ടു നിൽക്കുമ്പോൾ ഈ കാർഷിക മിത്രങ്ങളുടെ മനസ്സിലെ ആശകളും പൂവണിയുകയാണ്. ഓരോ പ്രഭാതങ്ങളും ഈ ഐവരുടെ അധ്വാനത്തിന്റെ യാത്രകളാണ്. ഉച്ചയ്ക്ക് മുൻപുള്ള ഒരു മടക്കയാത്ര തരമായെങ്കിലായി.
അല്ലെങ്കിൽ ഉച്ചയൂണും വിശ്രമവുമെല്ലാം കൃഷിയിടത്തിൽ തന്നെ. ഇനി നമുക്ക് ഇവരുടെ കാർഷിക വൃത്തിയുടെ വഴികളിലേക്ക് കടന്നു ചെല്ലാം. നിലമൊരുക്കി പദം വരുത്തി പാകുന്ന പച്ചക്കറി വിത്തുകളെല്ലാം തന്നെ ഇവർ ഉണക്കി സൂക്ഷിക്കുന്നവയാണ്. എന്നാൽ ശ്രീകാര്യം കൃഷിഭവന്റെ നിർദ്ദേശങ്ങൾക്കും സഹകരണങ്ങൾക്കും കൂട്ടുചേർന്ന് ആധുനിക ശാസ്ത്രീയ കൃഷിവിധികളും ഇവർ സ്വീകരിക്കുന്നു. പയർ, വെള്ളരി, സലാഡ് വെള്ളരി, കീര, പാവൽ, പടോലം, പിന്നെ കോവ, വാഴക്കൃഷി, ഏത്തൻ, കപ്പ, ബാക്കി റോബസ്റ്റ് വാഴ എല്ലാ ഐറ്റവും ഉണ്ട്. വിത്ത് കിട്ടുന്നത് കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളതിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതിന് നല്ലത് നോക്കി നമ്മളെടുക്കും. എടുത്ത് ഏറ്റവും നല്ലത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നടും. കുറച്ച് ബാക്കി വാങ്ങിച്ചിടും. നടന്നത് ആദ്യമായിട്ട് നിലം നല്ലവണ്ണം കിളച്ച് വൃത്തിയാക്കിയിട്ട് അതിൽ കുഴി വെട്ടി ഇത് കുമ്മായവും ഇട്ട് കുഴച്ച് 3-4 ദിവസം ഇട്ടിരുന്നിട്ട് അതിൽ വിത്ത് നടും. വിത്തുപാകി മുളച്ചു കഴിഞ്ഞാൽ 3 ആഴ്ചയ്ക്കകം വളപ്രയോഗം ആരംഭിക്കുന്നു. ഒപ്പം ചെടികളുടെ മൂട്ടിൽ മണ്ണ് കിളച്ചു കൂട്ടുകയും ചെയ്യുന്നു. ചാണകം, കോഴിക്കാഷ്ടം, ചാരം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവയുടെ മിശ്രിതമാണ് പ്രധാന വളക്കൂട്ട്. 2 ആഴ്ചകൾ കൂടുമ്പോൾ വളപ്രയോഗം തുടരുന്നു. ആദ്യം നമ്മൾ വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ കൂടെ കുഴച്ചിട്ട് ചാണകപ്പൊടിയായിട്ട് ചേർത്താണ് വിത്ത് നടണത്. അതിനുശേഷം വെള്ളമൊഴിച്ച് അത് പൊടിച്ച് വന്നിട്ട് പിന്നെ വളം വാരിയിട്ട് കൊടുക്കും. കോഴി വളം വാരിയിട്ട് കിളച്ച് വെച്ച് പിന്നെ തട്ട് കെട്ടി അങ്ങനെ പടത്തിയാണ് പോണത്. വള്ളി വീശി പടരുന്ന വിളകൾക്കായി വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ ഇവർ പന്തലുകളും ഒരുക്കുന്നു. പയറും പടവലവും കോവലും പാവലുമൊക്കെ വള്ളി നീർത്തി ചുറ്റി മുകളിലേക്ക് പടരുന്നത് ഇവർ നാട്ടിക്കൊടുക്കുന്ന നാട്ടുമര കമ്പുകളിലൂടെയാണ്. പിന്നെ നാരും കയറും ചണവും നൂലും പ്ലാസ്റ്റിക് നാടകളും മറ്റും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പന്തലിലേക്കുള്ള പടരൽ. ഈ നാടൻ പന്തലിൽ വള്ളി പടർത്തി പൂത്തു കായ്ക്കുവാൻ ഈ വിളകൾക്ക് ഒരു മടിയുമില്ല. നമ്മൾ ഈ പ്രാദേശികമായി കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. പന്തലിടുന്നതും മറ്റുള്ള രീതികളും എല്ലാം. മറ്റേ നമ്മൾ വളരെ ചിലവ് കൂടിയ രീതിയിലേക്ക് പോകുമ്പോൾ അത് നഷ്ടമായി തീരും. ഇത് നമ്മൾ ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അവിടെ കിട്ടുന്ന സാധനങ്ങൾ ചെറിയ ഇതിൽ മരത്തിൻ്റെ കമ്പുകളും മറ്റുള്ള ഇതൊക്കെ എല്ലാം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അത് അവിടെ നമ്മൾ ഒന്നും പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട സാഹചര്യമില്ല. കയർ മാത്രം വാങ്ങിച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് പ്രദേശത്ത് നിന്ന് തന്നെ ഇത് സംഘടിപ്പിക്കുന്ന സാധനങ്ങളാണ്. ജലസേചനം പാടത്തെ നീർത്തടങ്ങളിൽ നിന്നു തന്നെ. മോട്ടോർ പമ്പ് സംവിധാനങ്ങളെ ആശ്രയിക്കാതെ കേവുകുട്ടകൾ ചുമലിൽ തൂക്കി കോരിച്ചൊരിയുന്ന പാരമ്പര്യ രീതിയാണ് ഇവർ നനയ്ക്കായി സ്വീകരിച്ചിരിക്കുന്നത്. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ എന്നീ ജീവാണുവളങ്ങളും ജൈവ കീടനാശിനികളും കൃഷിവകുപ്പിന്റെ നിർദ്ദേശാനുസരണം ഉപയോഗിച്ചു പോരുകയും ചെയ്യുന്നു. കായീച്ചകളെ കുടുക്കാനായി കായീച്ചക്കെണിയും കീടങ്ങളെ ശ്രദ്ധിച്ച് കണ്ടറിഞ്ഞ് വേർപെടുത്തി വിടുന്ന രീതിയും ഇവിടെ അവലംബിക്കുന്നു. കീടങ്ങളുടെ ആധിക്യം കാണുകയാണെങ്കിൽ പുകയില കഷായം, ബാർ സോപ്പ് ലായനി, വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിച്ച് അവയെ നിയന്ത്രണാധീനമാക്കുകയും ചെയ്തു പോരുന്നു. വെള്ളം നമ്മൾ ഇതിൽ കുളം കുഴിച്ചിട്ടുണ്ട്. കുളത്തിൽ നിന്ന് അതിൽ നിന്ന് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ചിറയുണ്ട്. അവിടെ നിന്ന് നമ്മൾ പമ്പ് സെറ്റ് വെച്ച് അടിച്ച് കൊണ്ടുപോകും കൃഷിസ്ഥലത്ത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എടുത്ത് രോഗബാധയുണ്ട്. നമ്മൾ കൂടുതലും കെണി വെച്ചും പിന്നെ അത് കഴിഞ്ഞ് ജൈവ കീടനാശിനിയുണ്ട്. അപ്പം പിന്നെ നമ്മൾ കൃഷിഭവൻ്റെ ഇതിൽ നിന്ന് അവർ എഴുതി തരുന്നതും പിന്നെ വിപണിയിൽ കിട്ടണമുണ്ട് കീടനാശിനി. അവരെ ജൈവ കീടനാശിനിയുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചടിച്ച് എടുത്ത് പോകും. പിന്നെ വേപ്പെണ്ണ വാങ്ങിക്കും. പിന്നെ കുറേ മറ്റേ ഗോമൂത്രമൊക്കെ എടുത്തൊക്കെ അതൊക്കെ കുറച്ചൊക്കെ നമ്മൾ ചെയ്യും. കൂടുതൽ നമ്മൾ ഈ കെണിയിലാണ്, ജന്മം കെണിയിലാണ് ഈ കാലീച്ചയൊക്കെ അതൊക്കെയാണ് കൂടുതൽ കീടങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അത് കുറേയൊക്കെ അതിൽ വിഴുന്ന് പോകും.
ആണ്ട് മുഴുവൻ ജൈവ പച്ചക്കറി കൃഷി. അതാണ് ഈ സഹോദരങ്ങളുടെ കാർഷിക വൃത്തിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത. 3 മാസം കൂടുമ്പോൾ വിളവെടുക്കുന്ന പച്ചക്കറി കൃഷി വർഷത്തിൽ 4 തവണ ഇവർ ചെയ്ത് മികവുറ്റ ഉൽപാദനം തന്നെ സാധ്യമാക്കുന്നു. പച്ചക്കറി കൃഷിയിൽ തന്നെയാണ് ജീവിതം തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് മാറിപ്പോയ സാഹചര്യമുണ്ട്. അത് വളർന്നു വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് പുറത്തൊക്കെ പോയിട്ടുണ്ട്, ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും അവിടുത്തെ ജോലിയെല്ലാം മടുത്ത് തിരിച്ചു വന്ന് വീണ്ടും പച്ചക്കറി കൃഷി തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ജീവിതമാർഗം. ഇതിൽ തന്നെയാണ് നമ്മൾ ഇത്രയും ആയത്. ചെറുപ്പം മുതൽ ഞങ്ങളെല്ലാവരും അപ്പൻ്റെ കീഴിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ വളർന്നപ്പോഴും എല്ലാവരും ഒരുമിച്ചുള്ള കൃഷി, ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഒരുമിച്ച് ആദായം എടുത്ത് ഒരുമിച്ച് അവരോരോ കാര്യങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്യുക. അത് ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പം വളം കൊണ്ടുവരുന്നതിനായാലും വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നതിനായാലും ഈ എല്ലാവരും കൂടെ ഉള്ള ഇതാകുമ്പോഴേക്കും നമുക്ക് കൂലിച്ചെലവ് വളരെ ലാഭമായിട്ട് കിട്ടും. ഒന്നാമത്. രണ്ടാമത് നമ്മൾ ഐക്യത്തോടെ ചെയ്യുമ്പോഴേക്കും എവിടെ വേണോ നമുക്ക് പോയി കൃഷി ചെയ്യാം. 5 പേര് ഒരുമിച്ച് ചെയ്യുന്നത് എവിടെ വേണോ പോയി കൃഷി ചെയ്യുക. ആരും നമ്മളെ ഉപദ്രവിക്കില്ല, ആരും ഇതിൻ്റെ ഒരു അതിക്രമിച്ച് കിടക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഒരു സ്നേഹമായിട്ട് എല്ലാവർക്കും ഐക്യമായിട്ട് നിൽക്കുക. പച്ചക്കറി കൃഷിക്ക് പുറമെ 10 ഏക്കർ വരുന്ന സ്ഥലത്താണ് ഈ കാർഷിക സഹോദരങ്ങളുടെ മറ്റൊരു പ്രധാന കാർഷിക വിളയായ വാഴകൾ നിരയുന്നത്. മണ്ണിന്റെ സൂക്ഷ്മ മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് കാൽസ്യത്തിന്റെ അളവ് കണ്ട് അതിന്റെ അനുപാതമായി കുമ്മായം വിതറിയാണ് വാഴ കൃഷിക്കുള്ള മണ്ണൊരുക്കുക. പിന്നീട് 1.5 അടി ചതുരശ്ര വിസ്തീർണത്തിൽ കുഴിയെടുത്ത് പച്ചിലയും ചാണകവും മണ്ണിൽ ചേർത്ത് വാഴവിത്ത് നടുന്നു. വാഴ ചെയ്യുന്നത് ആദ്യം നിലം കിളച്ച് ഒരുക്കണം. ഒരുക്കിയ ശേഷം അതിന് കുഴിയെടുക്കണം. അതായത് തടം എടുക്കണം. തടം എടുത്തിട്ട് അതിൽ ജൈവവളം, അതായത് ചാണകവും എല്ലുപൊടിയും വേപ്പമണ്ണാക്കും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ കുമ്മായം കൂടെ ഇട്ട് അതൊക്കെ ഒരാഴ്ച ഇട്ടിരിക്കണം. ഇട്ടിരുന്ന ശേഷം പിന്നെ അതിൽ നമ്മൾ വിത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. വിത്ത് വെച്ചിട്ട് അത് മൂടിയ ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ചവറ് വാരിയിടും, പൊത ഇട്ടിട്ട് അത് പിന്നെ വെള്ളം ഒഴിച്ച് അങ്ങ് പൊടിക്കുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് വാഴത്തൈ നമ്മൾ നല്ല ഇനം തൈ കിട്ടുന്നത്. പിന്നെ കൃഷിഭവൻ്റെ ഇതിൽ ടിഷ്യൂ കൾച്ചർ തൈ അതും കിട്ടുന്നുണ്ട്. നമ്മളിവിടെ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി ചെയ്യുമ്പോൾ അതിൽ കേട് ഒരുപാട് വരുന്നുണ്ട്. ഈ കൊക്കാൻ രോഗം എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും തൈ എടുത്തിട്ട് മാറ്റിയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ തൈ വീണ്ടും ഇവിടെ നടുവില്ല. അത് കളഞ്ഞിട്ട് പുതിയ തൈ എടുത്താണ് നടന്നത്. വാഴകൃഷിയിൽ ഏത്തവാഴകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒപ്പം കാവേരി, പടറ്റി, പാളയംകോടൻ, റോബസ്റ്റ, ചെങ്കദളി, ഞാലിപ്പൂവൻ തുടങ്ങിയവയും ധാരാളം. പച്ചക്കറിക്കുള്ള ജൈവ വളപ്രയോഗം തന്നെയാണ് വാഴകൃഷിക്കുമുള്ളത്. വളപ്രയോഗം, രോഗപ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളിൽ കൃഷിഭവന്റെ സാന്നിധ്യം വാഴകൃഷിയിലുമുണ്ട്. നട്ട് 1 മാസം കഴിയുമ്പോൾ നമ്മൾ ആദ്യം അത് വെട്ടി മാറ്റിയിട്ട് അതിൽ വേപ്പമുണ്ണാക്കും എല്ലുപൊടിയും എല്ലാം കൂടെ ചേർത്ത് ആദ്യത്തെ വളം ചെയ്യുന്നുണ്ട്. കപ്പലണ്ടി പുണ്ണാക്കുന്നു അതും ഇട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ല വാഴയ്ക്ക് നല്ല തടയ്ക്ക് നല്ല വണ്ണം കിട്ടും. അതിട്ട് ചെയ്യും. അങ്ങനെ 5 മാസം 5 വളം ചെയ്യുമ്പോൾ ഏത്തവാഴ കുലയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ നല്ല ഊന്നൽ കൊടുത്ത് കെട്ടിയൊക്കെ നിർത്തി 9 മാസം ആകുമ്പം കൊല മുറിയാം. അപ്പോൾ സാമാന്യം രീതിയിൽ നല്ല ഒരു 10-12 കിലോയുള്ള കൊല പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ മികച്ച ജൈവ പച്ചക്കറി കർഷകർക്കുള്ള സർക്കാർ പുരസ്കാരം ഈ 5 സഹോദരങ്ങളെ തേടിയെത്തി. ഒപ്പം ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ അംഗീകാരവും. കൃഷിയിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു റൂട്ടീൻ? രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് രാത്രി വരെ ഏതൊക്കെ രീതിയിലാണ് സഹായിക്കുന്നത് കൃഷിയിൽ? എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 6 മണിയാകുമ്പോഴത്തേക്കും നമ്മളും കൂടെ വരും. വന്ന് വയലിൽ വന്ന് എല്ലാം ശേഖരിച്ച് കടയിലൊക്കെ കൊണ്ടുപോയി വിപണനം ചെയ്യും. ഒരു കുടുംബം മൊത്തമായിട്ട് അങ്ങ് കൃഷിക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലേ? അതെ. മക്കളും ഒക്കെ സഹായിക്കാറുണ്ടോ? സഹായിക്കാറുണ്ട്. 20 ഏക്കർ കൃഷിയിടത്തിലെ വിപുലമായ ജൈവകൃഷി
ഇവിടെ നിന്നുള്ള ഉൽപ്പാദനത്തിനനുസൃതമായ വരുമാനം എങ്ങനെ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കാം. എന്നാൽ അതിലൊട്ടും ആശങ്ക വേണ്ട. ഈ കാര്യവട്ടം സഹോദരങ്ങളുടെ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ തന്നെ. കൃഷിയിടത്തിൽ നിന്നും വാങ്ങാനെത്തുന്നവർക്ക് പുറമെ അടുത്തുള്ള കമ്പോളങ്ങളിലും പച്ചക്കറി കടകളിലും ഇവരുടെ കാർഷിക വിളകൾക്ക് അനുദിനം പ്രിയമേറുകയും ചെയ്യുന്നു. ബാക്കിയുള്ള ജോലികളിൽ നിന്ന് കിട്ടാത്ത സംതൃപ്തി ഇത് കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. രാവിലെ മുതൽ 6 മണിക്ക് ഇറങ്ങി അതിൻ്റെ ആ ഫലം എടുക്കുകയും അതിൻ്റെ കൃഷി ജോലികൾ ചെയ്യുമ്പോൾ സമയം അന്നത്തേക്ക് തികയാത്ത ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. പച്ചക്കറികൾ നമ്മൾ അവിടെ റോഡ് സൈഡ് എത്തിച്ചു കൊടുത്താൽ മതി. അവിടെ വന്ന് ഒരു കുറച്ച് പാർട്ടിക്കാരുണ്ട്, അവർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. കടകളിലും വിപണിയുണ്ട്. കൂടുതലായിട്ട് വരുമ്പോൾ മാത്രം നമ്മൾ ആനേറ വേൾഡ് മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. ബാക്കി എല്ലാം അടുത്തുള്ള വിപണി കഴുക്കൂട്ടത്ത് കൊടുക്കുന്നുണ്ട്. പാപ്പാറ ഒരു മാർക്കറ്റുണ്ട്. അടുത്തുള്ള വിപണികൾ പോത്തൻകോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. പിന്നെ അതുമായിട്ട് പച്ചക്കറി മാർക്കറ്റ് ഈ അടുത്തടുത്ത് കടകൾ അവിടെ ഉണ്ട്. ശ്രീകാര്യത്തുണ്ട്, ഉള്ളൂർ, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ കൊടുക്കുന്നുണ്ട്. അത് നല്ല ഫ്രഷായ സാധനമായതുകൊണ്ട് എത്ര കിട്ടിയാലും നമുക്കിവിടെ വിപണനത്തിന് വളരെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കൃഷിയോടുള്ള തികഞ്ഞ ആദരവ്, മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണും സ്നേഹിക്കുമെന്ന തിരിച്ചറിവ്. കാര്യവട്ടത്തെ ഈ 5 സഹോദരങ്ങൾ കൃഷിയിടത്തിൽ അത് പ്രകടമാക്കി ജീവിത വിജയം കൈയാളുമ്പോൾ അത് നമുക്കിടയിൽ വേറിട്ടൊരു വിശേഷമാകുന്നു. കാർഷിക കേരളം കയ്യേറ്റുവാങ്ങാൻ ആശിച്ച ഹൃദയവിശേഷം.